രാഹുൽ ഈശ്വരി എങ്ങനെ ഇരിക്കണേന്ന് നോക്കാം. അപ്പം ദിവസം പറയും മുടി ഉണ്ടാ ഫോണിക്കട ഞാൻ ജയിലിൽ കിടന്നപ്പോൾ തൊട്ട് ഞാൻ അപ്പം ഞാൻ എനിക്ക് അപ്പോൾ ഇതിന്റെ ന്യൂസ് ഞാനിപ്പോൾ കാണാത്തതിന്റെ പ്രശ്നം ഈ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എങ്ങനെയാ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കേസ് കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് വേണം അവനെ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേങ്ങൾ. രാഹുൽ ഈശ്വർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ പകുതി തമാശയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അറിയാമല്ലോ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും. പകുതി തമാശയായിട്ട് ഞാൻ കാര്യം പറയാം. പൾസർ സുനിത് കേൾക്കുകയാണെങ്കിൽ ഞാൻ മിനി മാഡൊക്കെ ഇരിക്കുന്ന വേദിയാണ്, ബഹുമാനത്തോടെ പറയാണ്, എടാ പൾസർ സുനി നീ എന്നെ ഒലത്തും, നീ അല്ല നിന്റെ അപ്പുറത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പറൊക്കെ സ്വന്തം കൈ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് പൾസർ സുനി സ്വന്തം പണി നോക്കിയാൽ മതി. എന്തായാലും ഇതിൽ അറസ്റ്റ് കുറെ കാലം ജയിലിൽ കിടക്കുമല്ലോ, നോക്കപ്പം കാണാം. ഇനി ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഞെറങ്ങലിച്ച് കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാൽ നമുക്ക് അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല, കാരണം അത് പൾസർ സുനിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാരണം, എന്നാൽ രാഹുൽ ഈശ്വറിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടായി. കാരണം രാഹുൽ ഈശ്വർ എന്ന് ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ആ ചർച്ചയിൽ രാഹുൽ ഈശ്വറിനെ ജയിൽ നിന്ന് തന്നെ ഞാൻ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്നും ഒരു മുടി നീട്ടിയ ആൾ ചർച്ചയിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ വാർത്തകളൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല, കാരണം പെട്ടെന്ന് എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അതുകൊണ്ട് കേസിൻ്റെ വിധി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പൾസർ സുനി പറയുന്നത്. എന്നാൽ അതിന് ഒന്നാം തരം ഒരു വലതുപക്ഷ നിരീക്ഷകൻ എന്ന സ്ഥാനത്ത് നിന്ന് രാഹുൽ ഈശ്വർ ഒരു ആൺകുട്ടിയായി മാറിക്കൊണ്ട് ഒന്നാം തരം മറുപടി ആ ചർച്ചയിൽ രാഹുൽ ഈശ്വർ കൊടുത്തു. രാഹുൽ ഈശ്വർ എല്ലാവരോടും സോറി പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് താൻ ഒലത്തും. തീർച്ചയായിട്ടും ഇതാണ് ഒരു ആൺകുട്ടിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ സാർ, താങ്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. തീർച്ചയായിട്ടും അതേ മറുപടി തറുക്കുത്തരം എന്ന് പറഞ്ഞാൽ അതാണ്. അത് കൊടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ നല്ലൊരു മറുപടി പൾസർ സുനിക്ക് പറയുന്നുണ്ട്. താൻ തൻ്റെ ഉമ്മാക്കി കാട്ടി തന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, തന്നെ പോലത്തെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം അർഹിക്കുന്ന മറുപടി. അതിലൊന്നും കൂട്ടാനും കുറയ്ക്കാനുമില്ല എന്ന് വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക എന്നതിലുപരി ഇതിൽ എന്താണ് പുതുതായി ഒന്നും തന്നെ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏതാനും കേസുകളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ് ഏകദേശം വിധിപ്രസ്താവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കേസാണിത്. ഇതിനെ തീർച്ചയായിട്ടും പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ ദിലീപിനെതിരായ ചിലതരം വിരോധികളുമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് സംശയിച്ചാൽ ആർക്കും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സമ്മതിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അവിചാരിതമായി അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം തോന്നിക്കൊണ്ട് അദ്ദേഹം ഒരു ഏറ്റുപറച്ചിൽ നടത്തിയതാണ് എന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ മലയാളികളെന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലിലേക്ക് 2021 ബാലേന്ദ്രകുമാറിന് ശേഷം പൾസർ സുനി ഇതിന്റെ കഥയിലില്ല എന്ന് ദിലീപിനെ കേന്ദ്രീകരിച്ചാണ്. പക്ഷെ 2021 മുമ്പ് മുഴുവൻ പറയുന്നത് പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു, 5 പേര് പോലീസിന് വെടിവെച്ചു, പൾസർ സമാധാനമായിരിക്കും. പക്ഷെ അതല്ല സെറ്റിൽ ശരിയാണ്. അപ്പൊ അത് പക്ഷെ അവര് പരാതിയില്ല. അവർ പറഞ്ഞു സന്ധ്യ വന്ന് കുറെ 4 പേര് പറഞ്ഞു അന്ന്. പക്ഷെ അത് പക്ഷെ ദിലീപാണ്, അല്ല വേറെ ആൾക്കാരെ. അപ്പൊ അതാണ് നിങ്ങൾ എങ്കിലും പറഞ്ഞാൽ പലരും അവർക്ക് അത് ജീവിക്കല്ല. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി ഈ ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയുന്നില്ല, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പറയാം. എല്ലാവരും ആരും ചിന്തില്ല. എല്ലാവരും ഞെട്ടണം. കാരണം പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അദ്ദേഹം പറയുന്നു ഈ ഒരാളെ മാത്രമല്ല, അതിജീവിതയെ മാത്രമല്ല, അതിനു മുന്നേയും 5 പേരെ ഇതുപോലെ ലൈംഗികപരമായും മറ്റും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ കേസുകളെല്ലാം ഒതുക്കി തീർത്തതാണ്, സെറ്റിൽമെൻറ്റ് ചെയ്തതാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ ഒളിക്യാമറയുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലായ കേരളം കണ്ട ഒരു വ്യക്തി
അദ്ദേഹം ഇത്തരം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ ഒരു സത്യാവസ്ഥയാണ് നമ്മളത് കേട്ടത്. അത് 5 ആൾക്കും യാതൊരു പരാതിയോ ഒരു പരിഭവമോ ഒന്നുമില്ല, അതെല്ലാം സെറ്റിൽമെൻ്റ് ആക്കി. എന്നാൽ 6ാമത്തെ ഈ കേസിൽ മാത്രമാണ് പരാതി വന്നത്. അതും അതിജീവിതയ്ക്ക് യാതൊരുവിധ പൂറൽ പോലും ഏൽക്കാത്ത, എന്നാൽ വലിയ ഒരു പീഡനം തന്നെയാണ് അവിടെ നടന്നത്. അതും പീഡനം നടന്ന് ഏകദേശം ഇതിൻ്റെ പിന്നിൽ ദിലീപാണെന്ന് പുറത്തേക്ക് വരാൻ ഏകദേശം 10-20 ദിവസം അതിജീവയ്ക്ക് തന്നെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പൾസർ സുനി ജയിലിൽ നിന്നൊരു കത്ത് എഴുതിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ദിലീപാണെന്നുള്ള സംശയവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരുമെല്ലാം ഇതിലേക്ക് വലിച്ചയച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ആസൂത്രിതമായ ഒരു കരുനീക്കം ദിലീപിനെതിരെ നടത്തുക എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും കുടുക്കിക്കാളാം എന്നുള്ളൊരു വിചാരത്തിൻ്റെ പുറത്ത് നടത്തുന്ന ഏതാനും ചില ആൾക്കാരുടെ ചില കോപ്രായങ്ങളാണ് ഇതെന്ന് വേണം കാണാം. ഇതൊക്കെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഏകദേശം വിധി പ്രസ്താവം വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്ന ഒരു ഫോണോ ഒരു മെമ്മറി കാർഡോ ഇതുവരെ പോലീസിന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പൾസർ സുനി ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തുകൂടി വിലസി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ വില നൽകിക്കൊണ്ട് ചാനലുകൾ വലിയ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ മഹാത്മാവ് എന്തോ വെളിപ്പെടുത്തൽ നടത്തിയതുപോലെ കേരളത്തിലെ കൊടും ക്രിമിനലായ പൾസർ സുനിയുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് ആരും തന്നെ ചിന്തിക്കുന്നില്ല. ആ വാർത്തയുടെ പിന്നാലെ പോകുന്ന ചാനലുകളെ തീർച്ചയായിട്ടും മലയാളിയുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരുതരം വെളിപ്പെടുത്തലായിപ്പോയി ഇത് എന്ന് വേണം പറയാൻ. അദ്ദേഹം പറയുന്നത് എല്ലാം 100% സത്യമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മാത്രം റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്ന നികേഷ് കുമാറിനെ അടക്കം ഏതാനും അരുൺകുമാർ അടക്കമുള്ള സുജാ പാർവതി അടക്കമുള്ള ഏകദേശം 3-4 ഈ റിപ്പോർട്ടർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഇതെല്ലാം തള്ളിപ്പോവും. തീർച്ചയായിട്ടും ആ ക്രിമിനലിൻ്റെ വാക്കിന് ഇത്രയധികം വില എങ്ങനെ 100% ഒരംശം പോലും വിടാതെ വീങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ അതിലും എങ്ങനെ ഈ പൾസർ സുനിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് ലേഖകൻ പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടാൽ തീർത്തും ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവും. അദ്ദേഹം പറയുന്ന വാർത്തയിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ച വിചാരണ പൂർത്തീകരിച്ച് അന്തിമവാദം നടക്കുന്ന കേസാണ്. ഈ ഘട്ടത്തിലാണ് എവിടേക്കോ അതിജീവിതയ്ക്ക് നീതി നഷ്ടപ്പെടുമെന്ന ആശങ്ക വരുമ്പോൾ പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇതെത്രത്തോളം പ്രധാനമാണ് ഈ ഘട്ടത്തിൽ ഋഷിപാൽ? സ്മൃതി, ഇത് സ്വമേധയായുള്ള പൾസർ സുനിയുടെ ഒരു ഏറ്റുപറച്ചിലല്ല. കൃത്യമായി ഏത് സാഹചര്യത്തിലാണ് പൾസർ സുനിയെ കാണുന്നത് എന്ന് പൾസർ സുനിയെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് വിശ്വാസത്തെ നേടിയെടുക്കുകയും ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ഒരു ഫോളോ അപ്പിൻ്റെ ഒടുവിലാണ് പൾസർ സുനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതും ഞാൻ എഴുതുന്ന ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിലേക്കുള്ള ചില വിവരങ്ങൾ അത് കൈമാറാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിൽ ചില കാര്യങ്ങൾ പൾസർ സുനി പറയുന്നു. അതിൽ കുറ്റബോധത്തോട് ആണ് അങ്ങനെ പറയുന്നതെന്ന് ഒരിക്കലും ബോധ്യമാകുന്നില്ല. പലതും ഒളിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കൃത്യമായി പൾസർ സുനി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നതും ഈ കേസിൽ ഏറ്റവും പ്രധാനമാകേണ്ടിയിരുന്ന തെളിവായ മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനൊപ്പം ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മെമ്മറി കാർഡ് കൂടിയുണ്ട്. അത് യഥാർത്ഥ മെമ്മറി കാർഡ്. ഇത് രണ്ടും പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് രണ്ടും എവിടെയാണുള്ളതെന്ന് പൾസർ സുനിക്ക് അറിയാമെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആ സംസാരത്തിൽ. കാരണം മൊബൈൽ ഫോണ് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന ചോദ്യത്തിന് അത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്ന മറുപടിയാണ് പൾസർ സുനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം അദ്ദേഹം ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. എങ്ങനെയാണ് പൾസർ സുനിയെ ഈ ഒരു അവസ്ഥയിലേക്ക് പറയാൻ വേണ്ടി കൊണ്ടെത്തിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതുന്നുണ്ട്. എന്നാൽ പൾസർ സുനി തീരെ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ലേഖകനാണോ എഴുത്തുകാരനാണോ? കേരളത്തിൽ ആദ്യമായി വന്നൊരു വ്യക്തിയാണ് പൾസർ സുനി. അദ്ദേഹത്തിന് അതുപോലും അറിയില്ല. ഒരു ലേഖകൻ വന്ന് ലാപ്ടോപ്പ് കാണിച്ച് തൻ്റെ പുസ്തകത്തിലേക്ക് എഴുതാൻ വേണ്ടി അദ്ദേഹം നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ അത്തരം ഒരു ചെറിയ വഴിയിൽ വീഴ്ത്തിയതിന് ശേഷം അദ്ദേഹം കാര്യമായി സത്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ തുറന്നു പറയുകയാണ്. ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. കേരളം ഞെട്ടുന്ന വാർത്തകളാണ് പൾസർ സുനി ഇദ്ദേഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നത്. എന്താണ് സാറേ ഇതൊക്കെ? തീർച്ചയായിട്ടും ഇതൊക്കെ ചെറിയ കുട്ടികളുടെ ബുദ്ധിയിൽ നിരക്കുന്ന കാര്യങ്ങളാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി അതിൻ്റെ 4-1 പോലും താങ്കൾക്കില്ലാതെ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. താങ്കളുടെ മുന്നിൽ വന്ന് ഇത്രയും പൊട്ടിക്കരഞ്ഞ് കാര്യങ്ങളെല്ലാം പറയാൻ മാത്രം ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണോ പൾസർ സുനി സാർ? ഏകദേശം 1.5 കോടിക്ക് കരാർ ഉറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദിലീപിൻ്റെ 70 ലക്ഷം വാങ്ങിയതിന് വാക്കാലോ അല്ലെങ്കിൽ നിയമപരമായി ഏതെങ്കിലും ഒരു വഴിയിൽ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് പുറത്തുവിടാമായിരുന്നു. അതൊന്നുമില്ല. 70 ലക്ഷം വാങ്ങി 1.5 കോടിക്കുള്ള എഗ്രിമെൻ്റാണ് ഉറപ്പിച്ചത്. ബാക്കി 80 ലക്ഷത്തിന് ദിലീപിൻ്റെ
ഡ്രൈവറായ അപ്പുണ്ണിയെ വിളിച്ചു. അപ്പുണ്ണിയെ വിളി തുടങ്ങിയത് എപ്പോഴാണെന്ന് നോക്കണം. ജയിലിൽ പോയതിന് മുമ്പേ ഇതുവരെ വിളിച്ചിട്ടില്ല. ജയിലിൽ പോയതിന് ശേഷമാണ് ആദ്യമായിട്ട് അപ്പുണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ പോകുന്നത്. അതിനു മുമ്പ് ദിലീപുമായിട്ട് ബന്ധപ്പെട്ട ഫോണോ ചാറ്റിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാങ്കിലിട്ട പൈസയോ അല്ലെങ്കിൽ ക്യാഷായിട്ടാണ് കൊടുത്തെങ്കിൽ അതിൻ്റെ എവിഡൻസോ എന്തെങ്കിലും ഒന്ന് പൾസർ സുനിയുമായി ബന്ധപ്പെടുത്തി റിപ്പോർട്ടർ ചാനലിന് പുറത്തുവിടാമായിരുന്നു. അതൊന്നും തന്നെ പുറത്തുവിടാതെ ഈ പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലായ വ്യക്തിയെ ഇത്തരം മേജിക് കാണിച്ച് വീഴ്ത്തി കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറയുന്നു എന്ന രൂപേണ ഇന്ന് മലയാളികൾക്ക് മുമ്പിൽ പടച്ചുവിട്ട ഈ വീഡിയോകൾ എല്ലാം തന്നെ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ആണ് എന്ന് മാത്രമേ വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ദിലീപ് നിരപരാധിയായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങൾ വെച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണ് എന്ന് വേണം വിശ്വസിക്കാൻ. അതുപോലെ തന്നെ ഇന്നുവരെ കാണാത്ത മെമ്മറി കാർഡും അതുപോലെ തന്നെ ഈ മൊബൈലും എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതെവിടെയാണെന്ന റിപ്പോർട്ടർ ചാനൽ ഒരു ലേഖകൻ ചോദിച്ചപ്പോൾ അത് സ്വകാര്യമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. അതാണ് ആ കേസ് ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത്. അത് വ്യക്തമാക്കാൻ പൾസർ സുനിയോ ഈ ലേഖകനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. അതും ഒരു മറിമായമായി തുടരുകയാണ്. നമ്മുടെ പോലീസിനും അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനത്തിനും ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റാത്ത ആ സാധനം എവിടെയുണ്ടെന്ന് പൾസർ സുനി ഈ വീഡിയോയിൽ ഒന്നും തന്നെ പറയുന്നുമില്ല. കാര്യമായിട്ട് യാതൊരു പുതിയ കണ്ടുപിടുത്തലുകളും ഈ വീഡിയോയിൽ ഇല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ എന്തെങ്കിലും വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്കകം ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ കോടതി തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. അന്ന് നമുക്ക് മനസ്സിലാകും ആരാണ് കുറ്റവാളി, ആരാണ് ഇതിൽ നിരപരാധി എന്ന്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.